വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം ഇല്ല, വലം യകുൽ ലഹു അവനില്ല, കുഫുവൻ സമന്മാർ, അവനൊത്ത സമന്മാരെന്തില്ല അള്ളാഹുവിന് ഇല്ല എന്ന്. അപ്പൊ കുഫുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമാസിലൻ, അള്ളാഹുവിന് തുല്യനായിട്ട് എന്തില്ല ആരും തന്നെ ഇല്ല എന്ന്. അള്ളാഹുവിന് തുല്യനായിട്ട് ആരും തന്നെ ഇല്ല. അപ്പൊ ഈ ആയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസ്മാ വ സിഫാത്ത് എന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. അള്ളാഹുവിന് തുല്യനായിട്ട് എന്തില്ല ഒരാളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കരങ്ങളുണ്ട്, കൈയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല, മനുഷ്യനുള്ളത് പോലെയുള്ള കൈയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റൂല. കാരണം എന്താണ്? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ യാതൊരാളുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെ പോലെ ഒരാളില്ല എന്നാണ്, അവനെ പോലെ ഒരാളില്ല. അപ്പൊ അള്ളാഹുവിന് കരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെങ്ങനെ? അള്ളാഹു അവന് യോജിച്ച രൂപത്തിലാണുള്ളത്, അതല്ലാതെ അതിന്റെ കൈഫിയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത് എങ്ങനെ എന്ന് ചോദിച്ചറിഞ്ഞു പോകാൻ പാടില്ല. കാരണം കൈഫിയത്ത് അറിയണമെങ്കിൽ, ഏതൊരു വസ്തുവിന്റെയും രൂപം അറിയണമെങ്കിൽ ആ വസ്തുവിനെ അറിയണം. ഒരു വസ്തുവിന്റെ രൂപത്തെ അറിയണമെങ്കിൽ ആ വസ്തുവിനെ അറിയണം. ആ വസ്തുവിനെ അറിയാത്തിടത്തോളം കാലം എന്ത് ചെയ്യൂല, നമുക്ക് ആ രൂപം കണ്ടെത്താൻ പറ്റൂല. അപ്പൊ പിന്നുള്ള മാർഗം എന്താണ്? പിന്നുള്ള മാർഗം ആ വ്യക്തി തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പറഞ്ഞു തരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിലൂടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിന് കരങ്ങളുണ്ട്, അള്ളാഹുവിന് ഇന്ന സിഫത്തുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യാം, ആ രൂപത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും സലീമായ മാർഗം, ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഖുർആനിന്റെയും ഹദീസിന്റെയും മാർഗം അതാണ്. അപ്പോൾ എന്ത് ചെയ്യൂല, സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യൂല, സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യൂല, നിഷേധിക്കുകയുമില്ല. ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുകയുമില്ല. അള്ളാഹുവിന് എന്തുണ്ട്, സിഫത്തുകളുണ്ട്. അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ സിഫത്തുള്ളവനാണ്. അള്ളാഹുവിന് നാമങ്ങളുണ്ട്, അള്ളാഹുവിന് നാമങ്ങളുണ്ട്. ആ നാമങ്ങൾക്ക് അനുസൃതമായ വിശേഷണങ്ങളുമുള്ള ഉന്നതനായവനാണ് നമ്മുടെ റബ്ബ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.